ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞങ്ങൾ ചെറുപ്പിക്കുന്നു പോകട്ടോ. എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നല്ലേ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഫെബിന്റെയും അഞ്ജുവിന്റെയും വാവയുടെയും ലൂക്കാച്ചന്റെയും കൂടെ ഞങ്ങൾ നേരെ പോകുന്നത് ഒരു ചെറി പിക്കിങ്ങിന് വേണ്ടിയാണ്. നമ്മളുടെ ഈ യാത്ര ഒണ്ടാരിയോയിലെ ഹാമിൽട്ടണിലെ പാട്രിക് ഓർച്ചേർഡ് എന്ന ചെറി ഫാമിലേക്കാണ്. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ പിക്ക് യുവർ ഓൺ ചെറീസ് എന്നൊക്കെ പറഞ്ഞ് ഒരു ബാനറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ വെക്കേഷന് പോയി വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് വീഡിയോസ് ഒന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വരാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തു. ഫാമിൽ ചെന്നപ്പോൾ $45 കൊടുത്ത് ഒരു 6 ലിറ്ററിന്റെ ബക്കറ്റും വാങ്ങി ചെറിയൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നടക്കുകയാണ്. ഈ ഫാമിലെ ചെറി സീസൺ ഓൾമോസ്റ്റ് കഴിയാറായിരിക്കുകയാണ്. കോബണിയൊക്കെ വെച്ച് വേണം കയറി പറിക്കാൻ. ഇതിനു മുമ്പേ വന്ന ആളുകളൊക്കെ താഴെ നിന്ന ചെറികളെല്ലാം പറിച്ച് ഓൾറെഡി കൊണ്ടുപോയി. നീണ്ടു കിടക്കുന്ന ഈ ചെറി ഫാമിൽ കൂടെ ഞാനും ഫെബിനും കൂടെ തലങ്ങും അല്ലെങ്കിൽ നടന്ന് അച്ചറും മുച്ചറും ചെറികളൊക്കെ പറിച്ചു കൂട്ടിയാണ് കേട്ടോ. ഓരോ മരത്തിലും പോയി പറിച്ച് കഴിച്ചു നോക്കുമ്പോൾ എല്ലാത്തിനും മധുരത്തിന് ചെറിയ വ്യത്യാസമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിട്ടോ. അങ്ങനെ മധുരമൊക്കെ ഉള്ളത് പറിച്ചു വന്നപ്പോഴത്തേക്കും ലൂക്കാച്ചൻ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊള്ളാലോ എന്നായി കേട്ടോ. ലൂക്കാച്ചനാണെങ്കിൽ അത്യാവശ്യം ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. വാവയാണെങ്കിൽ ഫ്രൂട്ട് ഫീഡറിൻ്റെ അകത്ത് ഒരു ചെറിയൊക്കെ സെറ്റ് ചെയ്ത് ലൂക്കാച്ചൻ്റെ കയ്യിലോട്ട് വെച്ചു കൊടുത്തു. ബക്കറ്റ് എന്നറിയാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചെറിയൊക്കെ പറിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. ചെറിയ മഴയ്ക്കുള്ള സാധ്യതയൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ട് ചെറിയൊക്കെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചെന്നത് ഏകദേശം ഒരു ഉച്ചയോടെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം അവിടെ തിരക്ക് അത്രയ്ക്ക് ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെറിയൊക്കെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലൂക്കാച്ചൻ അവനും ചെറിയൊക്കെ പറിക്കണം എന്നായി. ഫെബിനങ്ങളുടെ സഹായത്തോടെ ലൂക്കാച്ചൻ എത്തി വലിഞ്ഞ് നീന്തി ചവിട്ടി കയറി ചെറിയൊക്കെ പറിച്ച് കൂട്ടുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ പിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു കേട്ടോ. ലൂക്കാച്ചനും വളരെയധികം എൻജോയ് ചെയ്തു. അഞ്ചു ഫെമിനും ഞാനും വാവയും കൂടി അവിടെ പറിച്ചതിന്റെ അത്ര തന്നെ ഞങ്ങൾ തിന്നു തീർത്തിട്ടുണ്ടാവോ എന്നൊരു സംശയമുണ്ട്. ലൂക്കാച്ചനാണ് ചെറിയ പിക്കിങ് അങ്ങ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം എടുപ്പിട്ടുണ്ടോ എന്ന് ലൂക്കാച്ചൻ വീട്ടിലെത്തുമ്പോഴേക്കും ചെറിയ കളറാവുന്ന ഉറപ്പായി. അങ്ങനെ 1-2 മണിക്കൂർ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി നടന്ന് ചെറിയൊക്കെ പിക്ക് ചെയ്ത് ബക്കറ്റൊക്കെ നിറച്ച് ഞങ്ങൾ തിരിച്ച് ബെർലിൻഡൻ വരെ ഒന്ന് പോയേക്കാമെന്നായി. ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട് കേട്ടോ. കാലാവസ്ഥയൊക്കെ മാറി മറിഞ്ഞു. അങ്ങനെ ഈ വർഷത്തെ ചെറി പിക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ഇന്നത്തെ ലഞ്ച് ബെർലിൻഡൻ പ്രിൻസസ് ഓഫ് ഇന്ത്യ എന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചേക്കാമെന്നായി. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ ബട്ടർ ചിക്കനും ഗാർലിക് നാനും അവരുടെ സ്പെഷ്യൽ സ്പൈസ്ഡ് മിക്സ് ബിരിയാണിയും കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഞങ്ങൾ 4 പേര് ഷെയർ കഴിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും നല്ല ഫുഡും നല്ല ടേസ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഡ്രിങ്ക്സ് ആയിട്ട് ഓർഡർ ചെയ്ത് പാഷൻ ഫ്രൂട്ട് മൊയ്ത്തോയും മാംഗോ ലസ്സിയും സോഫ്റ്റ് ഡ്രിങ്ക്സും പിന്നെ നല്ല അടിപൊളി ഒരു ചായയുമായിരുന്നു. വയറ് നിറയെ ഫുഡും കഴിച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നേരെ പോയത് ബെർലിനിൽ തന്നെയുള്ള ഒരു ബീച്ചിലേക്കാണ്. സമയം ഏകദേശം വൈകുന്നേരമായി. വലിയ ചൂടൊന്നുമില്ല കേട്ടോ. നല്ല അതിമനോഹരമായ ഒരു ബീച്ചിൽ ചാടി കുളിക്കാനുള്ള പ്ലാനോ പരിപാടികളോ ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് അവിടെ ഒന്ന് ചില്ലായിട്ട് നിൽക്കണം, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം, കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കണം. സമ്മർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഗ്രോസറീസ് മലയാളി ഷോപ്പിൽ പോയി കുറച്ച് പച്ചക്കപ്പയും ഇറച്ചിയൊക്കെ വാങ്ങി വീട്ടിൽ ചെന്ന് നല്ല എല്ലും കപ്പയും വെക്കാനുള്ള പരിപാടിയിലാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങളുടെ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടി കേട്ടോ. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ആവാം. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ.